പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ ലാൻസ് നായിക് ദിനേഷ് കുമാർ ഓരോ ഭാരതീയനും അഭിമാനത്തോടെ ഓർക്കുന്ന പേരാണ്. 32-കാരനെ ഓർത്ത് അഭിമാനിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് ഭാരത മണ്ണിനോടുള്ള ഓരോ ഭാരതീയൻ്റെയും സ്നേഹത്തിൻ്റെയും ദേശഭക്തിയുടെയും ഉദാഹരണമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തിയാക്കിയതിന് പിന്നാലെയുണ്ടായ പാക് ഷെല്ലാക്രമണത്തിലായിരുന്നു ലാൻസ് നായിക് ദിനേഷ് കുമാർ വീരമൃത്യു വരിച്ചത്. തന്റെ സഹോദരിമാരുടെ സിന്ദൂരം കവർന്നെടുത്ത പാക് ഭീകരർക്ക് തക്കതായ മറുപടി നൽകാൻ ഒരുങ്ങിയ ഭാരത സൈന്യത്തിന്റെ മുൻനിരയിൽ ലാൻസ് നായിക് ദിനേഷ് കുമാറുമുണ്ടായിരുന്നു. ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം 2025 മെയ് 7-ന് പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിലാണ് 32-കാരനായ ദിനേഷ് കുമാർ വീരമൃത്യു വരിച്ചത്. നിയന്ത്രണ രേഖയിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെയായിരുന്നു ഷെല്ലാക്രമണം. മരണവിവരം അദ്ദേഹത്തിന്റെ കുടുംബം അറിയുന്നത് അടുത്ത ദിവസം പുലർച്ചെയാണ്. 2014-ലായിരുന്നു ഭാരത മണ്ണിനെ സേവിക്കാനായി ഒരുങ്ങിയിറങ്ങിയ ദിനേഷ് കുമാറിന്റെ സൈന്യത്തിലേക്കുള്ള പ്രവേശനം. അദ്ദേഹത്തിന്റെ പിതാവ് അഭിമാനത്തോടെയാണ് ഇന്നും തന്റെ 2 പുത്രന്മാരെയും ഭാരത മണ്ണിനു വേണ്ടി താൻ നൽകിയെന്ന് പറയുന്നത്. ദിനേഷ് കുമാറിന്റെ മകൻ തന്റെ പിതാവിന്റെ പാരമ്പര്യം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിലേക്ക് പൂർണ്ണ മനസ്സോടെ അയക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. और मुझे इसे बात का गर्व है, मेरा गांव भी पूरा इसका उठा रहा है. मैं जो कहूँ मेरे पोते हैं ये छोटे छोटे हैं और इसके भाई भी 2 लोग फौज में हैं, उनकी कोई शादी नहीं हुई है. तो शाम को मुझे 4 बजे पता लगी जब मैं घर आया तो वो डेड हो गई. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽക്കേ ഇന്ത്യൻ സൈന്യത്തിൽ ചേരണമെന്ന അടങ്ങാത്ത ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നിശ്ചല ശരീരം വീട്ടിലെത്തിച്ചപ്പോൾ സ്വീകരിച്ചത് നിറവയറുമായി നിന്ന ഭാര്യയുടെയും അമ്മയുടെയും നിറഞ്ഞ കണ്ണുകളാണ്. എക്സിലെ ഒരു പോസ്റ്റിലൂടെയാണ് വൈറ്റ് നൈറ്റ് കോർപ്സ് ബുധനാഴ്ച ലാൻസ് നായിക് ദിനേഷ് കുമാറിന്റെ മരണം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ഭാരതം പാകിസ്ഥാന് നൽകുന്ന ഓരോ തിരിച്ചടികളുടെയും പിന്നിൽ ഭാരതത്തിന് നഷ്ടമായ വീരപുത്രന്റെ ഓർമ്മകളുണ്ട്. ന്യൂസ് ഡെസ്ക് ജനം.